നമസ്കാരം. സനാതന ധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായിക്കൊണ്ടുള്ള നാദശ്രീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും വലതുഭാഗത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. പരിപാടികളെക്കുറിച്ചുള്ള കൃത്യമായ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിനാണ് ഇത് വേണം എന്ന് പറയുന്നത്. പ്രിയരെ, ഈ ഭാഗവത സപ്താഹ യജ്ഞം അതുപോലെയുള്ള യജ്ഞങ്ങൾ ഇതൊക്കെ നടത്തുന്നതിനുള്ള അർഹത യഥാർത്ഥത്തിൽ ആർക്കാണ്? വളരെ പേർ ഒരു സമുദായത്തിന് മാത്രം, നമ്പൂതിരി സമുദായത്തിന് മാത്രം അവകാശപ്പെട്ടതാണ് ഇത് എന്നും അവരെ നടത്താവൂ എന്നും അവരാൽ കഴിയുന്ന വിധത്തിലെല്ലാം സ്വാധീനിച്ച് നടത്തുന്ന ഒരു ദുരവസ്ഥ കണ്ടുവരുന്നതിനെ തുടർന്നാണ് ഈ വീഡിയോ ചെയ്യേണ്ടി വരുന്നത്. സത്യത്തിൽ ഭാഗവതം ഒരു പുരാണമാണ്, അത് സംശയമില്ലല്ലോ. ഈ പുരാണം എഴുതിയ കർത്താവ് ആരാണ്? വേദവ്യാസൻ. അദ്ദേഹം മുക്കുവ സ്ത്രീയിലാണ് ജനിച്ചത് എന്നെല്ലാവർക്കും അറിയാം. ഒരു വേദം സംഹിത ഉള്ളത് 4 ഭാഗിച്ച് 18 പുരാണങ്ങളും ഉപപുരാണങ്ങളും മഹാഭാരതവും അതുപോലെ തന്നെ അതിൻ്റെ നടുവിൽ ഭഗവത്ഗീത സ്ഥാപിച്ചു. ഈ ഇതിഹാസങ്ങളെല്ലാം മുക്കുവ സ്ത്രീയിൽ ജനിച്ച വ്യാസന് ഉണ്ടാക്കാം എങ്കിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം എന്തുകൊണ്ട് എല്ലാ സമുദായക്കാർക്കും നടത്തിക്കൂടാ? ഭാഗവത പ്രഭാഷണം, ഭാഗവത യജ്ഞം, ഇതിനൊന്നും നമ്പൂതിരി സമുദായം മാത്രമേ പാടുള്ളൂ എന്നതിന് ഒരു യുക്തിയും ഒരു ശാസ്ത്രവും യോജിക്കുന്നില്ല എന്ന് പറയട്ടെ. രചന വ്യാസനാണ്, ആഖ്യാനം സൂതനാണ്. മിശ്രജാതിയിൽ ജനിച്ചിട്ടുള്ള ഒരാളാണ് സൂതൻ. മിക്കവാറും പുരാണങ്ങളൊക്കെ സൂതൻ ശൗനകാദികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മഹർഷിമാർ ചോദിക്കുന്നതിനനുസരിച്ചിട്ട് സൂതൻ ഉത്തരം പറയുക. അപ്പോൾ പുരാണം കൈകാര്യം ചെയ്യുക സൂതൻ മിശ്രജാതിയാണ്, സാമുദായിക ബ്രാഹ്മണനല്ല. ബ്രാഹ്മണനാവാം, അതിന് സമുദായത്തിൽ ജനിക്കണം എന്ന് ഇല്ല. എന്താണ് കാരണം? ഏകാദശ സ്കന്ധത്തിൽ 13-ാമത്തെ അധ്യായം 4-ാമത്തെ ശ്ലോകം പറയുന്നു: ആഗമോപ പ്രജാദേശ കാലകർമ്മജ ജന്മജ ധ്യാനം മന്ത്രോത സംസ്കാരോ ദശേതേ ഗുണഹേതവ. ഒരാളുടെ ഗുണത്തിന് 10 കാര്യങ്ങളാണ് ആസ്പദം. അതെന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, വേദശാസ്ത്രത്തിലുള്ള അറിവ്, ആപ എന്ന് പറഞ്ഞാൽ വെള്ളം, തീർത്ഥസ്നാനത്തിൽ മുങ്ങുക, തീർത്ഥം സേവിക്കുക, ശുദ്ധമായിട്ടുള്ള ജലം സേവിക്കുക, അതൊക്കെയാണ് ആപ. അത് സേവിക്കുന്നവർക്ക് ശുദ്ധി ഉണ്ടാവും വെള്ളം കൊണ്ട്. പിന്നെ പ്രജ, അതെങ്ങനെയാണ് വ്യാഖ്യാനിക്കേണ്ടത് നിശ്ചയമില്ല. ഒരു പ്രജ എപ്രകാരം നന്നാവണു എന്നുള്ളതിനനുസരിച്ചിട്ടൊരു പ്രജയുടെ ജന്മം വേറെ പറയുന്നുണ്ട്. അപ്പോൾ ഒരു ജന്മമാവാൻ വഴിയില്ല, വേണമെങ്കിൽ നമുക്ക് സംസർഗം എന്നെടുക്കാം. പിന്നെയോ ദേശ, ഒരു ദേശത്ത് മുഴുവനെ ചീത്തയണച്ചാൽ അവിടെ ജനിച്ച ഒരാൾ നന്നാവാൻ ബുദ്ധിമുട്ടാണ്. നല്ലൊരു സ്ഥലത്ത് ജനിച്ചിട്ടുള്ള ആൾ ചീത്തയാവാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ദേശം, ദേശക്കാലോത സംസ്കാരം എന്നാണ്. ഇപ്പോൾ ഗുജറാത്തിൽ ഭക്തി ഗുർജരേ നിർജ്ജരാംഗത എന്ന് പറഞ്ഞിട്ടുണ്ട് മഹാത്മ്യത്തിൽ. ഭക്തി ക്ഷീണിക്കും. എൻ്റെ അനുഭവം ശരിയാണ്. കാരണം 2 ദിക്കിൽ പോയപ്പോൾ ഒന്നിലും ഇതിൽ എന്തിനോ വേണ്ടി സപ്താഹം നടത്തണമെന്നല്ലാണ്ട് ആരും ശ്രദ്ധിച്ച് കേൾക്കുന്ന രീതിയിലുള്ള അനുഭവങ്ങളല്ല ഉണ്ടായത്. ഏതൊക്കെ ക്ഷേത്രങ്ങളാണെന്ന് ഞാൻ പറയുന്നില്ല, പറയാൻ ശരിയല്ലല്ലോ. കാരണം 2 ദിക്കിൽ പോകേണ്ടി വന്നു ഗുജറാത്തിൽ. അപ്പോൾ ഗുർജരേ ജീർണതാംഗത, സ്ഥാനം, ദേശം. ചില ദേശത്ത് ഭക്തി ഉണ്ടാവും. ഉത്പന്നേ ദ്രവിഡേ ഗേഹേ എന്ന് പറഞ്ഞേക്കണു. കർണാടകം അതുപോലെ തന്നെ ഈ തെക്ക് ഭാഗത്ത് ഇവിടെയൊക്കെ ഭക്തി ഉണ്ടാവും. അപ്പം ദേശത്തിന് പ്രാധാന്യമുണ്ട്. കലികാലത്ത് ഭക്തി കുറയും. നമുക്ക് അനുഭവമാണല്ലോ. സപ്താഹമൊക്കെ വെച്ച ഊണ് കഴിക്കണ വരെ ആളുള്ളൂ. പിന്നെ കേൾക്കാളിയപ്പോൾ കാലം കലികാലം ആയതുകൊണ്ട് ഇതിലൊക്കെ പൊതുവേ താല്പര്യം കുറവും. കർമ്മ, ഒരാൾ ചെയ്യുന്നതായിട്ടുള്ള കർമ്മം അതൊരാളുടെ ഗുണത്തെ ബാധിക്കുന്നു.
ഉജാതി കർമ്മങ്ങളും ഈശ്വര കാര്യങ്ങളും നല്ല കാര്യങ്ങളും സദ്ധർമ്മങ്ങളിലും ഏർപ്പെടുന്ന ഒരാളെ പോലെ ആവില്ല അല്ലേ. മാംസം വെട്ടി വെക്കുന്ന ഒരാളുടെ മാനസിക വ്യത്യാസം ഉണ്ടാവാം. അതിലും വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. എല്ലാതും ഒരേപോലെ കാണാൻ പറ്റില്ല. എങ്കിലും നമ്മൾ ചെയ്യണ കർമ്മം. പിന്നെ ജന്മം 10 കാര്യങ്ങളിൽ ഒന്നായിട്ടേ പറഞ്ഞിട്ടുള്ളൂ. അത് സമുദായമല്ല. അച്ഛനും അമ്മയും എല്ലാവരും നന്നായിട്ടുള്ള നമ്പൂതിരി അല്ലാത്ത കുടുംബങ്ങളില്ലേ? ഉണ്ടാവും. അപ്പോൾ അതിലാണ് ജന്മം. അതും സമുദായം എന്നുള്ള വിവക്ഷ അവിടെ ഇല്ല. ധ്യാനം, നമ്മൾ ഈശ്വര ധ്യാനം ചെയ്യുന്ന തീർച്ചയായിട്ടും നേരെയും ആത്മീയ മാർഗത്തിൽ ധ്യാനത്തിന് വളരെ പ്രാധാന്യമാണ് കൊടുത്തു കാണുന്നത്. ഗീതയിൽ 6 അധ്യായമുണ്ട്, ഭാഗവതത്തിൽ കൈവല്യോപദേശത്തിലുണ്ട്, പിന്നെയോ ഏകാദശത്തിലുമുണ്ട്. അപ്പം ധ്യാനം. മന്ത്രോത്ത സംസ്കാരോ, നല്ലൊരു ഗുരുനാഥനിൽ നിന്ന് മന്ത്രദീക്ഷ വരിച്ചാൽ അവൻ ശ്രേഷ്ഠനാവും. സമുദായം നോക്കണ്ട. സംസ്കാരോ, ഉപനയനാദി ശൗതസ്മാർത്ഥ കർമ്മങ്ങൾ. ഉപനയനം നമ്പൂതിരിമാർക്കേ പാടൂ എന്ന് എവിടെയാണ് പറഞ്ഞിട്ടുള്ളത്? ഗുരു ശിഷ്യന് ചെയ്തു കൊടുക്കുന്ന സംസ്കാരത്തിൽ ഒന്നാണ് ഉപനയനം. അതിന് സമുദായം ബാധകമല്ല. ഇപ്പം എത്രയോ പേര് നമ്പൂതിരിമാരല്ലാതെ സംസ്കാരം, ഉപനയനാദി സംസ്കാരങ്ങൾ ചെയ്യുന്നു. അതൊരാളെ നന്നാക്കുന്നു. ജനനമോ അല്ലെങ്കിൽ സമുദായമോ അവിടെ പറഞ്ഞിട്ടില്ല. ഉപനയനം പൂണൂല് നമ്പൂതിരിമാരുടെ കുത്തകയല്ല. ജന്മമോ അതായത് ബ്രഹ്മശ്രീ അവരുടെ കുത്തകയല്ല. ഒക്കെ അല്ലാതായിട്ട് എത്രയോ കാലം കഴിഞ്ഞിരിക്കണം. ഇപ്പോഴും ചിലർ അറിഞ്ഞിട്ടില്ല. ബ്രഹ്മശ്രീ ബ്രഹ്മശ്രീ വെക്കിയേ നായർ. എന്താ വെച്ചാൽ ഇവർ ചെയ്യുന്ന ഭാഗവത പാരായണോ മുതലായ കാര്യങ്ങളോ ചെയ്യുന്നവർക്ക് ബ്രഹ്മശ്രീ വെച്ചതുകൊണ്ട് ഒരു തെറ്റുമില്ല. അപ്പം സംസ്കാരവും ദശയത്തെ ഗുണഹേതവ. ഈ 10 ഒരാളുടെ ഗുണം നിശ്ചയിക്കുന്നത്. അപ്പം അതിൽ ജന്മം 1 മാത്രമാണ്. ഒരു കാര്യം നോക്കുക. ജന്മം കൊണ്ട് നമ്പൂതിരി സമുദായത്തിൽ ജനിച്ചു. ഈ 9 ഗുണം ഇല്ലാച്ചാലോ അയാളെ നമുക്ക് എങ്ങനെ ബ്രാഹ്മണൻ എന്ന് പറയൂ നിങ്ങൾ? നമ്പൂതിരി സമുദായത്തിൽ ജനിച്ച ഒരാൾ 9 ഗുണമില്ല, ജനനം മാത്രമായാൽ നിങ്ങൾ അയാളെ ബ്രാഹ്മണനായിട്ട് അംഗീകരിക്കുകയോ ഇല്ലയോ? പക്ഷേ ഈ ജന്മം വേറെ എന്തോ ആണ്, ബാക്കി 9 ഉണ്ടെങ്കിൽ നിങ്ങൾ അംഗീകരിക്കുമോ ഇല്ലയോ? ഒറ്റ ചോദ്യമാണ്. അംഗീകരിച്ചേ പറ്റൂ എന്നാണ് ബുദ്ധിപൂർവം യുക്തിപൂർവം ഉത്തരം പറയുകയാണെങ്കിൽ പറയാനുള്ളത്. അല്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ ആർക്ക് വേണമെങ്കിൽ തോന്നിയത് പറയാം. അപ്പോൾ ദശൈതേ ഗുണഹേതവ എന്നൊരൊറ്റ വാക്ക് വെച്ചിട്ട് നമുക്ക് പറയാം 10 ഒരാളുടെ ഗുണത്തെ നിശ്ചയിക്കുന്നു. അതിൽ 1 മാത്രമാണ് ജന്മം. ആ ജന്മം തന്നെ സാമുദായികമല്ല ഇവിടെ പറഞ്ഞിരിക്കണം, നല്ലത് എന്നേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പോൾ എവിടെയാണ് നമ്പൂതിരി എന്ന പ്രത്യേക സമുദായത്തിന് യജ്ഞത്തിന് അർഹത അവർക്കേ ഉള്ളൂ എന്ന് വരുന്നത്? എല്ലാവരും മനസ്സിലാക്കണം. ദയവ് ചെയ്ത് ഇത്തരം ഒരു പ്രചാരത്തിനോ അല്ലെങ്കിൽ ഇത്തരം ഒരു അജണ്ടയ്ക്കോ ആരും തന്നെ കൂട്ടു നിൽക്കരുത്. 12-ാം സ്കന്ധത്തിൽ ശ്രീമദ് ഭാഗവതത്തിൻ്റെ ഫലശ്രുതി പറയണു, വിപ്രോദീത്യാപ്നിയ പ്രജ്ഞാം രാജന്യോദതി മേഖലാം വൈശ്യോദിപതിത്വഞ്ച ശൂദ്രശുദ്ധിയേത പാതകാത്. വിപ്രന് ബ്രഹ്മജ്ഞാനം ഉണ്ടാവുന്നു, ക്ഷത്രിയന് രാജ്യലാഭവും കൈക്കരുത്തും ഉണ്ടാവുന്നു, വൈശ്യന് സാമ്പത്തിക ഉന്നതി നിധിപതിയായിട്ട് മാറുന്നു, ശൂദ്രന് ശ്രേയസ്സുണ്ടാവുന്നു. എല്ലാവർക്കും ഭാഗവതത്തിന് അർഹതയുണ്ട് എന്നല്ലേ ഇതൊന്നും എടുക്കേണ്ടത്? യജ്ഞം നടത്താൻ യജ്ഞദീക്ഷ, നല്ലൊരു ഗുരുനാഥനെ കിട്ടുക, വിഷയത്തിൽ താല്പര്യം ഉണ്ടാവുക, ഭക്തി ഉണ്ടാവുക, ഗുരുവിനെ കിട്ടണം. നല്ലൊരു ഗുരുവരുടെ ശിഷ്യത്വം പ്രാപിച്ചാൽ അവൻ തെറ്റായിട്ടൊന്നും ചെയ്യില്ല, ഉറപ്പാണ്. വിഷയത്തിൽ ജ്ഞാനം ഉണ്ടാവണം, ഭക്തി ഉണ്ടാവണം. ഭാഗവതത്തിന് ഭക്തി നിർബന്ധമാണ്. ഇതെല്ലാം ഉള്ളവർക്ക് ഭാഗവതം എന്നല്ല ഏത് യജ്ഞത്തിനും അർഹതയുണ്ട്. ബ്രാഹ്മണനേ ഉള്ളൂ. പക്ഷേ ആരാണ് ബ്രാഹ്മണൻ? അവിടെയാണ് ബ്രാഹ്മണനേ ഉള്ളൂ, അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ അത് നമ്പൂതിരി എന്ന് പറഞ്ഞിട്ടില്ല. ഉണ്ടോ? ബ്രാഹ്മണൻ ആരാണ്? സമുദായിക ജനനമല്ല ബ്രാഹ്മണ്യം നിശ്ചയിക്കുന്നത്. ഇങ്ങനെയാണെങ്കിൽ ഭാഗവതം കേൾക്കുക, ബ്രാഹ്മണർ പറയുന്നത് അനുസരിക്കുക, കേൾക്കുക എന്നല്ലേ അർത്ഥം? വായിച്ചയജ്ഞം നടത്തണം എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പറയണു മാഹാത്മ്യത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ 33-ാമത്തെ ശ്ലോകം നോക്കുക. ശ്ലോകാർത്ഥം ശ്ലോകപാദം വാ നിത്യം ഭാഗവതം പടസ്വ സ്വമുഖേനൈവ. സ്വന്തം വായിക്കാം, സ്വമുഖേനൈവ. കേൾക്കല്ല, കേക്ക് വയ്ക്കുന്നവർക്ക് കേൾക്കാം, അല്ലാത്തവർക്ക് സ്വമുഖേനൈവ.
കേൾക്കാനേ പാടൂ എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് വായിക്കാം. സ്വമുഖേനൈവ യദീച്ഛസി പരാംഗതി. മോക്ഷം ആഗ്രഹിക്കുന്നവർക്ക് സ്വയം കൈകാര്യം ചെയ്യാം എന്നല്ലേ സ്വമുഖേനൈവ എന്നുള്ളതുകൊണ്ട് എടുക്കേണ്ടത്. അതുകൊണ്ട് കേൾക്കാം, ബ്രാഹ്മണർ പറയാം, മറ്റുള്ളവർ കേൾക്കുക. ഇങ്ങനെയാണ് ചിലർ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയണത്. അങ്ങനെയാണോ? വായിക്കാനും പറയാനും ബ്രാഹ്മണൻ അർഹത, ബാക്കിയുള്ളവർ കേൾക്കുക. അത് നമ്പൂതിരിക്ക്. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ അർത്ഥം ശരിയാണ്, കുഴപ്പമില്ല. അത് നമ്പൂതിരിമാർക്കേ പാടൂ, മറ്റുള്ളവർ കേട്ടിരിക്കാനാണ് പറഞ്ഞിരിക്കണത് എന്നൊരാൾ പറഞ്ഞു. അതിന് ഉത്തരവാണ് പടസ്വസ്വ മുഖേനേവ. അങ്ങനെയല്ല, സ്വന്തം വായിക്കേണ്ടവർക്ക് സാഹചര്യം കിട്ടിയാൽ വായിക്കുകയും യജ്ഞം നടത്തുകയും ചെയ്യാം. ഭാഗവതം കൈകാര്യം ചെയ്യുക, എന്ത് നടത്തണമെന്നല്ല, അർഹതയുണ്ട്. അതുകൊണ്ട് ദയവായി ക്ഷേത്ര ഭാരവാഹികളും നടത്തിപ്പുകളും ദേവസ്വം ബോർഡും എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സും ഈ ഒരു കാര്യത്തിൽ കുറച്ച് നിഷ്കർഷ വേണം. എത്രയോ മിടുമിടുക്കന്മാരായിട്ടുള്ള ചെറുപ്പക്കാരും എത്രയോ മിടുമിടുക്കത്തികളായിട്ടുള്ള സ്ത്രീകളും എല്ലാ സമുദായത്തിൽപ്പെട്ടവരും പുരാണങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് ഇന്ന് കാരണം മനസ്സിലാക്കാൻ പല മാർഗമുണ്ട്. പണ്ട് ബ്രാഹ്മണർക്കേ പറഞ്ഞു കൊടുക്കുള്ളൂ. ബ്രാഹ്മണരല്ല കേട്ടോ, നമ്പൂതിരിമാർക്കേ പറഞ്ഞു കൊടുക്കുള്ളൂ. ഇന്ന് അങ്ങനെയില്ല. നെറ്റ് നോക്കിയിട്ടും പുസ്തകം നോക്കിയിട്ടും ഗ്രന്ഥം നോക്കിയിട്ടും പഠിച്ചിട്ടുള്ള മിടുമിടുക്കന്മാരായിട്ടുള്ള അനവധി ആളുകൾ. എന്നെ വിടൂ, ഞാനെന്നെ ഉദ്ദേശിച്ചിട്ടല്ല ഇതൊന്നും പറയുന്നത്. എനിക്ക് പ്രായമായി. എത്രയോ ചെറുപ്പക്കാർ ഈ ഫീൽഡിൽ വരുന്നു. അവരെല്ലാം നിരുത്സാഹപ്പെടുത്തി നമ്പൂതിരിയല്ല എന്നൊരൊറ്റ കാരണം കൊണ്ട് യജ്ഞത്തിൽ നിന്ന് വിലക്കുന്ന തെറ്റായ പ്രവണത വളരെ ഖേദകരമായിട്ട് ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതറിയുന്നവർക്കറിയാം. ദയവായി എക്സിക്യൂട്ടീവ് ഓഫീസറോടും ക്ഷേത്രം നടത്തിപ്പ് കമ്മിറ്റിക്കാരോടും അധികാരമുള്ളവരോടും പറയണം, ഇതിൽ നിങ്ങൾ വീഴരുത്. ഇത് വളരെയധികം ഉദ്ദേശമായിട്ട് തന്നെ എനിക്ക് പറയേണ്ടി വരുന്നു. ജ്ഞാനാനന്ദ സരസ്വതി ജന്മന നമ്പൂതിരിയല്ല. അനവധി യജ്ഞങ്ങൾ നടത്തി ഭാഗവത രഹസ്യം എന്ന 2 പുസ്തകം എഴുതി ഭാഗവതത്തിൻ്റെ ഒരു അതോറിറ്റിയായിട്ട് പ്രവർത്തിച്ചു. അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിരിക്കുന്ന ബാലകൃഷ്ണ പിഷാരോടി ഒരു വർഷത്തിൽ 52 യജ്ഞത്തിലധികം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. 52 ആഴ്ചയാണ് എങ്ങനെ നടത്തുക? ശിഷ്യന്മാരെ ഏൽപ്പിക്കും. അദ്ദേഹം ഷാരോടിയായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾക്കൊക്കെ പഠിക്കാൻ പറ്റിയത്. അദ്ദേഹത്തിന് നടത്താൻ പറ്റാത്ത വിധം പരിപാടികൾ ഉണ്ടായിരുന്നു. അപ്പോൾ എവിടെയാണ് ബ്രാഹ്മണ്യം, ഇത് നമ്പൂതിരി എന്ന ഒരു ഇത് വരുന്നത്? അപ്പോൾ ഇത്രയും അല്ലാത്ത പാരമ്പര്യം ഇവിടെ ഉണ്ടാവുമ്പോൾ ബലരാമൻ തീർത്ഥയാത്രയ്ക്ക് പോയപ്പോഴും നൈമിഷാരണ്യ ക്ഷേത്രത്തിൽ സൂതൻ പുരാണം നടത്തിയതായിട്ട് ഭാഗവതത്തിൽ പറയുന്നു. അവിടെ നടത്തിയ സൂതനാണ്, മിശ്രജാതിയാണ്. ദയവായി ഭാരവാഹികളും എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സും ഈ കാര്യം ശ്രദ്ധിച്ച് മിടുമിടുക്കന്മാരും മിടുമിടുക്കത്തികളുമായിരിക്കുന്ന അന്യ സമുദായത്തിലുള്ളവരെ ഈ കാര്യത്തിൽ നിന്ന് വിലക്കരുത്. അത് നിങ്ങളുടെ അധികാരത്തിൽപ്പെട്ടതാണ്, വേറൊരു നമ്പൂതിരിയുടെ അധികാരത്തിൽപ്പെട്ടതല്ല എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കാം, അത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ ഇതിൽ യാതൊരുവിധ ശാസ്ത്രമായിരിക്കുന്ന സത്യവും ശാസ്ത്രീയമായിട്ടില്ല എന്നത് മനസ്സിലാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം.